നിങ്ങൾക്കിപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന തലവേദനയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ ലവ് മാരേജോ അതല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പോ ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വളരെ വർഷങ്ങളായിട്ട് മൈഗ്രെയിൻ രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് കാണുവാനായിട്ടും പഠിക്കുവാനായിട്ടും സാധിച്ചിട്ടുള്ളത് വളരെയധികം ആളുകളിൽ ലവ് മാരേജോ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകളോ ആണ് നമ്മുടെ അടുത്ത് രോഗികളായിട്ട് വന്നു ചേരാറുള്ളത് എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും ആട്രിബ്യൂട്ട് ചെയ്യാവുന്ന 3 കാരണങ്ങളാണ് ഉള്ളത്. ഒരുപക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, അതല്ലെങ്കിൽ ഇമോഷണൽ നേച്ചറുള്ള വ്യക്തികളായിരിക്കാം ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിലേക്കും ലവ് മാരേജിലേക്കും മറ്റും പോകുന്നത്. ഇത്തരം ഇമോഷണാലിറ്റി അതല്ലെങ്കിൽ സപ്രസ്ഡ് ഇമോഷൻ ആവട്ടെ, കൂടുതലായിട്ടുള്ള വിഷമങ്ങളാവട്ടെ, ടെൻഷനുകളാവട്ടെ, ഇവയെല്ലാം തന്നെ തലവേദനയ്ക്ക് ഒരു കാരണമായേക്കാം. നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, നിങ്ങളൊരു ലവ് അഫെയറിലോ അതല്ലെങ്കിൽ ലവ് മാരേജ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ ആയിരിക്കുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ലവ് മാരേജ് മൂലം നിങ്ങളുടെ സമൂഹത്തിലും ആ കുടുംബത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമെല്ലാം നിങ്ങളെ അലട്ടുകയും അത് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകുകയും അത് നിങ്ങൾക്ക് തലവേദനയ്ക്ക് ഒരു കാരണമാവുകയും ചെയ്യുന്നതും പതിവായിട്ട് കാണുന്ന ഒരു കാര്യം തന്നെയാണ്. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളായിരിക്കുന്ന റിലേഷൻഷിപ്പ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതാണ്. റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന പല ആളുകളും നമ്മളോട് പറയാറുള്ളത്, ഞാൻ ഈ റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുകയാണ് ഡോക്ടറെ, എനിക്ക് ഇതിൽ നിന്നൊരു മോചനമില്ല, എനിക്ക് ഈ റിലേഷൻഷിപ്പ് നിർത്തണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല എന്നിങ്ങനെ പല കാരണങ്ങളും അതല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മളോട് ആളുകൾ പങ്കുവെക്കാറുണ്ട്. ഒരുപക്ഷെ ടോക്സിക് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകൾ ആ റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മനസ്സിലാക്കൽ പോലും അതല്ലെങ്കിൽ അത് ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ കാണാറുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ ലവ് റിലേഷൻഷിപ്പുകളും അതല്ലെങ്കിൽ എല്ലാ ലവ് മാരേജും പ്രശ്നത്തിലേക്കോ മൈഗ്രെയിനിലേക്കോ നയിക്കുമെന്നുള്ളതല്ല. പക്ഷേ ഇതിനെല്ലാമുള്ള സാധ്യതകൾ നിങ്ങളുടെ ഇമോഷണൽ ട്രേറ്റ് കാരണമോ, ടോക്സിസിറ്റി ഓഫ് റിലേഷൻഷിപ്പ് കാരണമോ, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കാരണമോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മാത്രമാണ്. ഇത്തരത്തിൽ മൈഗ്രെയിൻ അനുഭവിക്കുന്ന ഒരു റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുമല്ലോ.